സഖാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പ്രായഭേദമന്യേ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് വരുന്ന പേര്. അതെ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനിച്ചു. പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി പി കൃഷ്ണപിള്ളയാണ് അച്യുതാനന്ദനെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടത്. അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്കായിരുന്നു. ജന്മിമാർക്കെതിരെ കർഷക കുടിയാന്മാർ 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു VS. രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ നടന്ന പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരങ്ങളും അതിനെ നേരിട്ട പട്ടാള വെടിവെപ്പും രക്തരൂഷിതമായ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മതിക്കെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ബഹുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച VS കേരളത്തിലെ ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന് നിസ്സംശയം പറയാം. പിന്നീട് 2006 തൻ്റെ 82-ാം വയസ്സിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. അനാഥത്വത്തിൻ്റെ നൊമ്പരവും ദാരിദ്ര്യത്തിൻ്റെ കയ്പും നിറഞ്ഞ ബാല്യം, യാതനാപൂർണങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ജീവിതമായതിനാലായിരിക്കാം VS അച്യുതാനന്ദന് പരുക്കനും കടുംപിടുത്തക്കാരനും വിട്ടുവീഴ്ചയില്ലാത്തവനുമെന്ന പ്രകൃതമുണ്ടായത്. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തോട് 100% കൂറുകാട്ടിയ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവും മുഖ്യമന്ത്രിയും ആരെന്ന് വരും തലമുറ ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരേയൊരു പേര് VS അച്യുതാനന്ദൻ. പ്രണാമം സഖാവേ. 101 ചുവപ്പൻ ആദരാഞ്ജലികൾ.